എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഞാൻ പാചകം ചെയ്യുന്ന ഫുഡിനെ കുറിച്ചുള്ള വീഡിയോയും അതിൻ്റെ വിവരണങ്ങളുമാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ ജർമ്മനിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വിമാനത്തിൽ കയറിയപ്പോൾ എനിക്ക് കിട്ടിയ ഫുഡിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ആദ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ട എത്തിഹാദ് ഫ്ലൈറ്റിലെ ഡിന്നറാണ്. നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയും ചെറുപയർ പരിപ്പ് പായസവും തൈര് വടയും എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ഫുഡായിരുന്നു പറഞ്ഞിരുന്നത്. അത് കാരണമാണ് എനിക്ക് പാസ്തയും ഇതെല്ലാം തന്നത്. നോൺ വെജ് പറഞ്ഞവർക്ക് ചിക്കൻ കറിയും ചോറുമായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. സ്വീറ്റ്സ് എല്ലാം ഇതുപോലെ തന്നെ തൈര് വടയും പരിപ്പ് പായസവുമായിരുന്നു. പരിപ്പ് പായസം നല്ല ടേസ്റ്റായിരുന്നു. തൈര് വടയും അതുപോലെ വളരെ ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. അബുദാബിയിൽ വലിയൊരു എയർപോർട്ടാണ്. അവിടെ നിന്ന് അവർ വണ്ടിയിൽ ഇമിഗ്രേഷൻ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ ഗേറ്റിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഞങ്ങൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജ്യൂസ് കൊണ്ടുവന്നായിരുന്നു. പലതരം ജ്യൂസുകൾ കൊണ്ടുവന്നായിരുന്നു. ഏത് ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ആപ്പിൾ ജ്യൂസായിരുന്നു പറഞ്ഞത്. ആപ്പിൾ ജ്യൂസ് തന്നിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലായി. രാവിലെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രഞ്ച് ടോസ്റ്റാണ് പറഞ്ഞത്. അതിനോടൊപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒരു സോസേജ് കൂടി ഉണ്ടായിരുന്നു. അത് കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫിയും അതിൻ്റെ മിൽക്കും തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള വളരെ ടേസ്റ്റിയായ ഫ്രഞ്ച് ടോസ്റ്റാണ്. അതിനോടൊപ്പം ഫ്രൂട്ട്സ് ജാമും ഉണ്ടായിരുന്നു. അത് വളരെ ടേസ്റ്റിയാണ്. ഒരു ബണ്ണും അതിനോടൊപ്പം കഴിക്കാനും ജാമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഒരു കുപ്പി വെള്ളം, ഇത് യോഗർട്ട്, അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇട്ടിട്ടുണ്ടായിരുന്നു. സ്പൂണും ഫോർക്കും എല്ലാം ഉണ്ടായിരുന്നു. അതെടുത്ത് ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ട്രാവൽ ലെൻസ് എന്ന് പറയുന്ന ഒരു ചാനൽ കൂടിയുണ്ട്. സാധാരണ ട്രാവൽ വീഡിയോസ് എല്ലാം ഞാൻ അതിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയും ജർമ്മനിയിലെത്തിയിട്ടും അവിടുത്തെ കാഴ്ചകളും കാണുന്ന സ്ഥലങ്ങളും എല്ലാം ട്രാവൽ ലെൻസിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ട്രാവൽ ലെൻസ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ട്രാവൽ ലെൻസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മ്യൂണിക്ക് എയർപോർട്ടിൽ എത്താറായി. ഇപ്പോൾ മ്യൂണിക്ക് എയർപോർട്ടിൽ ഇറങ്ങാനുള്ള തിരക്കാണ്. എത്തിഹാദ് ഫ്ലൈറ്റാണ് കിടക്കുന്നത്. എല്ലാവരും ഇറങ്ങി. അടുത്ത് തന്നെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. ബസ്സിലേക്ക് കയറി. എല്ലാവരെയും ഇമിഗ്രേഷൻ വിങ്ങിലേക്ക് കൊണ്ടുപോയി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.